ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്സ ബിരിയാണിയാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒട്ടും തന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്സ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കപ്സ അരി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. കുതിരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരം ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കഴുകി ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കുതിരാൻ. അപ്പോൾ ഞാനിവിടെ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി നുറുക്കിയതാണ്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ വാർന്ന് വെച്ചതാണ്. അപ്പോൾ ഞാനൊരു ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ബേ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. അത് വീട്ടിലുണ്ടായതാണ്, ഉണങ്ങിയ ഇല തന്നെയാണ്. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ പട്ടയും ഗ്രാമ്പൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ഉണ്ട വെളുത്തുള്ളി, പിന്നെ ഒരു 3 സവാളയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതാക്കി നുറുക്കിയെടുത്തതാണ്. ഇനി ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്സ മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനിലേക്ക് പിടിക്കാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി ഇതിലേക്ക് ചിക്കൻ വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് 2 മാഗി ക്യൂബാണ്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറുതായി കൊണ്ടാണ് 6 എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ എല്ലാതും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഉണങ്ങിയ നാരങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറിയ പാക്കറ്റിലുള്ള തക്കാളി സോസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം.
ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പം മുഴുവനും അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കപ്സ മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കപ്സ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇളക്കിയിട്ടൊന്ന് ഉപ്പ് നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരി ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കപ്സ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ വേവിച്ചെടുത്തപ്പോഴൊക്കെ ചിക്കനിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ചിക്കനിലും ഉപ്പില്ല തോന്നുകയാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ചിക്കന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴമ്പ് പോലെ ആക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്നൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പം ഇനി ഒരു സൈഡായി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചോറും കുക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചോറൊക്കെ നല്ല വിട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ചിക്കൻ പൊരിച്ചെടുത്ത എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ചിക്കൻ പൊരിച്ച എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ പൊരിച്ചെടുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ദമ്മിൽ ഞാൻ വെക്കുകയാണ്. ഒരു 15 മിനിറ്റ് നേരം ദമ്മിൽ വെക്കുകയാണ്. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലത്തെ ചിക്കനൊക്കെ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് ഇളക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കപ്സ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക.
എല്ലാവരും മറക്കാതെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചോറൊക്കെ നല്ല പോലെ ഒട്ടി പിടിക്കാതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒലർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. താങ്ക്